ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ 2 മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുളത്തിൽ നിന്ന് പിടിച്ച മീനാണ്. റോഹാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പം നമ്മൾക്കത് വൃത്തിയാക്കാം. അച്ഛനാണ് കേട്ടോ വൃത്തിയാക്കി തരുന്നത്. അപ്പം നമ്മളിത് ഫ്രൈ ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. മുറിക്കാതെ ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഒരു മീൻ നേരെയാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മീൻ നേരെയാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ 2 മീനും നേരെയായി കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിനായി നമ്മളിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അടുത്തത് കളറിനായിട്ട് നമ്മൾക്കൊരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്തായിട്ട് 4 ടീസ്പൂൺ നമ്മൾക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾക്ക് മീനിന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2 സൈഡും വരഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾക്ക് മസാല പുരട്ടി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഉള്ളിലൊക്കെ ആയിട്ടൊന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ.
ഇപ്പോൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ഇന്ന് ഓപ്പൺ പ്ലേസിലാണ് കേട്ടോ കുക്ക് ചെയ്യാൻ പോണേ. നമ്മൾ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അടുത്തത് മീൻ ഇടാൻ പോവാണ് കേട്ടോ. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം മീൻ ഇടുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലേസ്. ഇത് വന്നിട്ട് വീട്ടിൻ്റെ ബാക്കിൽ ഒരു ചെറിയ തൊടുകയാണ്. അപ്പോൾ അവിടെയാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യണത്. അപ്പോൾ മീൻ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾക്കതെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. മീനിൻ്റെ വാല് പൊട്ടാതെ എടുക്കണം വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. വാല് പൊട്ടിപ്പോയി ഗൈസ്. അടുത്ത് നമുക്ക് രണ്ടാമത്തെ മീനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ രണ്ട് മീനും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കതൊന്ന് ഡിസൈൻ ചെയ്യാം കേട്ടോ. തക്കാളിയും ഉള്ളിയും ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഡിസൈൻ എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശ്രീകുട്ടനായിട്ടാണ് ടേസ്റ്റ് ചെയ്യണത്. ശ്രീകുട്ടന് കുറച്ച് തരട്ടെ. എന്താ ഫിഷ് നോക്ക് കഴിച്ചു. എങ്ങനെ സൂപ്പർ പറയാ? സൂപ്പർ ആയിട്ടുണ്ടോ? നോക്കണ്ടാ. അങ്ങനെ ശിവണ് വേണോ? എന്നിട്ടുണ്ടോ? സൂപ്പർ. ചാച്ച പറ. ബൈ. അപ്പം നമ്മളുടെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ, ബൈ.